ആദ്യ കൺമണിയുടെ വിട പറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശ്ശീല വീഴ്ത്തുന്ന ഒന്നാണ്. അതെന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? That's really hurting. I'm so sorry, ചേച്ചി. I didn't know. It's okay. Skip ചെയ്യാം. Yeah. എന്തൊരു ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂ ആണ് രമ്യ നിഖിൽ. ഇദ്ദേഹത്തിന്റെ മുൻപത്തുള്ള ഇന്റർവ്യൂസിലും സെലിബ്രിറ്റീസിന്റെ ഇമോഷൻസിനെ ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്മെന്റ് തിയറി പ്രകാരമൊക്കെ നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് പാരന്റും ചൈൽഡുമായിട്ടുള്ള ബോണ്ട്. അവർക്കുണ്ടായ ഒരു ഗ്രീഫാണ്. ആ ഗ്രീഫിന് ഇത്രത്തോളം ചിരിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള എമ്പതിയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂറിന് വേണ്ട ഒരു മിനിമം ക്വാളിറ്റിയാണ് ആ ചോദ്യത്തിന്റെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകൾക്ക് അവരുടെ ഇമോഷൻസ് കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാര്യം അവരെപ്പോഴും മാസ്ക് അണിയണം, അല്ലെങ്കിൽ അവരെപ്പോഴും അവരുടെ ഗ്രീഫ് നന്നായിട്ട് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നൊരു ഡിമാൻഡ് സൊസൈറ്റിക്ക് ഉണ്ട് എന്ന് അവർക്കറിയാം. അവരെപ്പോഴും ഒബ്സർവബിൾ ആണ് അവരുടെ ഇമോഷൻസ്. സോ എത്ര ബുദ്ധിമുട്ടായിരിക്കും ശാന്തി കൃഷ്ണയ്ക്ക് ആ ഒരു ചോദ്യത്തിന് മറുപടി പറയാനെന്നുള്ളത് ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ രമ്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഇവിടെ അവരുടെ ട്രോമ, അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ട്രോമ അവർ എങ്ങനെ ഹീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോലും രമ്യയ്ക്ക് അറിയില്ല. ആ ഒരു ട്രോമയെ വീണ്ടും ട്രിഗർ ചെയ്ത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കുന്നു എന്ന് കരുതിയിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തും ചോദിക്കാം എന്നൊരു അർഹത നിങ്ങൾക്കില്ല. അത്യാവശ്യം നമുക്ക് വേണ്ടത് ഇമോഷണലി എങ്കിലും അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഒരു സൈക്കോളജിസ്റ്റ് നിലയിൽ എനിക്ക് ഫീൽ ചെയ്തത് ശാന്തി കൃഷ്ണയ്ക്ക് ഒരൊറ്റ ചോദ്യം കാരണം ഡബിൾ ബേർഡൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒന്ന് അവരുടെ പേഴ്സണൽ സോറോ, രണ്ട് സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻ. അവർ ആക്ട്രസ് ആണ് എന്നുള്ള നിലയിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് അവർക്ക് ഒരു പക്ഷേ ഒരിക്കലും പൊട്ടിക്കരയാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ചോദ്യങ്ങൾ ആരായാലും ശരി, വ്യക്തിജീവിതത്തിലായാലും ശരി അല്ലെങ്കിൽ ഇന്റർവ്യൂവിലായാലും ശരി, നിങ്ങൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇമോഷണലി എംപത്തറ്റിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മനസ്സിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക.